ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത സപ്താഹവേദിയിൽ നമ്മൾ രാധാമ്പാട്ട് സപ്താഹങ്ങൾ ചെയ്യാറുള്ളതാണ്. അങ്ങനെയുള്ള സപ്താഹവേദിയിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും. ഭഗവാനെ സംബന്ധിച്ച് ഭഗവാനോട് ചേർന്നിരിക്കുമ്പോൾ എല്ലാവർക്കും അത്ഭുതങ്ങൾ ഭഗവാൻ കാണിച്ചു തരും. അങ്ങനെയുള്ള പല സപ്താഹങ്ങളിലും ദശമസ്കന്ധത്തിൽ 89-ാമത്തെ അധ്യായത്തിൽ സന്താനഗോപാലം എന്ന് പ്രസിദ്ധമായൊരു കഥാഭാഗമുണ്ട്. അത് നേരത്തെ പാരായണം ചെയ്തപ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ ഈ സന്താനഗോപാലം എന്ന ഭാഗം പാരായണം ചെയ്യുമ്പോൾ ആ പാരായണത്തിൻ്റെ അനുഭവമാണ് ഇവിടെ പറയാൻ പോകുന്നത്. സന്താനഗോപാലം സമയത്ത് മക്കളില്ലാത്തവർ, അവർക്ക് മക്കളുണ്ടായ അനുഭവം, മക്കൾ നല്ല കുട്ടികളായി വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി ഈ സന്താനഗോപാലം കഥയിൽ നമുക്ക് അനുഭവമുള്ളതാണ്. എന്താണെന്നല്ലേ, സന്താനഗോപാലം കഥാഭാഗം വായിക്കുമ്പോൾ 89-ാമത്തെ അധ്യായമാണ്. അതിൽ ആദ്യ ഭാഗം ഭൃഗു മഹർഷി ഏത് ദൈവം ത്രിമൂർത്തികളിൽ ആർക്കാണ് സത്വഗുണം കൂടുതലെന്ന് പരീക്ഷിക്കാൻ വന്നിട്ടുള്ളൊരു കഥാഭാഗമാണ്. മഹർഷിമാരെല്ലാവരും കൂടെ ആലോചിച്ച് ഭൃഗു മഹർഷിയെ പറഞ്ഞയക്കുന്നതും അങ്ങനെ ഭഗവാനെ തിരഞ്ഞെടുക്കുന്ന ഭാഗം കഴിഞ്ഞിട്ട് ആണ് ഈ സന്താനഗോപാലം ഭാഗം വരുന്നത്. ഈ ഭാഗം വായിക്കുന്ന സമയത്ത് ഈ ചെറുപഴത്തിൻ്റെ ഒരു കൊലപ്പഴം, പൂവമ്പഴം ഒരു കൊലപ്പഴം ആ സമയത്ത് ഭാര്യാഭർത്താക്കന്മാരെ വേദിയിലെ ഗുരുവായൂരപ്പന് സമർപ്പിക്കുക, ഭഗവാന് ഉണ്ണിക്കണ്ണന് സമർപ്പിക്കുക. മനസ്സിൽ കാണേണ്ടത് തനിക്ക് കുട്ടികളുണ്ടാവുന്നതായിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നല്ല കുട്ടികളായി വരുന്നതായിട്ട് ആണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. നമ്മളുടെ സങ്കല്പമാണ്. അല്ലാതെ എൻ്റെ മക്കളെ നന്നാക്കി തരുമോ അല്ലെങ്കിൽ എനിക്ക് ഇല്ല കുഞ്ഞുങ്ങളൊന്നും ഇല്ല പറഞ്ഞു കറിയല്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കണ്ടുകൊണ്ട് വിഷ്വൽ അങ്ങനെയാണ് വിഷൻ ചെയ്യേണ്ടത്. അപ്പോഴാണ് അനുഭവങ്ങൾ ധാരാളം. മുട്ടമ്മൂട് തിരുവനന്തപുരത്ത് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, പാളയം കെട്ടിയ ഒരു ശിവക്ഷേത്രമുണ്ട്. അവിടെ 9 പേര് ഈ പഴക്കൊല സമർപ്പിച്ചിട്ട് 8 പേർക്കും മക്കളുണ്ടായി 1 വർഷം കൊണ്ട് എന്നുള്ളത് ഒരു അത്ഭുത കഥയായിരുന്നു. പലയിടത്തും അങ്ങനെ ഉണ്ട്. നമ്മൾ മാത്രമല്ല, പലർക്കും അനുഭവം ഉള്ളതാണ്. അപ്പോൾ സപ്താഹവേദിയിൽ പഴക്കൊല സമർപ്പിക്കുക, എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകല്ല വേണ്ടത്. അത് അവിടെ തന്നെ അവർ 2 പേരും കൂടെ എല്ലാവർക്കും പ്രസാദമായിട്ട് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വഴിയാണ് മക്കൾ നന്നായി തീരാനും അതുപോലെ ഇല്ലാത്ത കുട്ടികളും ഉണ്ടാവാനും. ഓക്കെ. ഹരി ഓം. നമസ്കാരം.